ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു മുട്ടക്കറിയും പിന്നെ പൂരിയാണ്. അതിനായി 6 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി, വേപ്പിലൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 15ഓളം അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, നല്ല ജീരകം ഇട്ട് കൊടുക്കുക. അത് മൂത്ത് കഴിഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി മൂത്ത് വന്നാൽ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒരു 3 എണ്ണം ഉണ്ട്, കുറച്ചധികം ഉണ്ട്. അതൊന്ന് നന്നായിട്ട് വാടുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കിയിട്ട് നന്നായി വാടുന്നത് വരെ വെയിറ്റ് ചെയ്യുക. സവാളൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് വാടി വന്നാൽ, നന്നായിട്ട് പച്ചമണമൊക്കെ പോയി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, എരിവില്ലാത്ത 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതൊക്കെ കൂടെ നമുക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ട് പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം, ഒരു 1/2 കപ്പ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. തിളച്ചതിൻ്റെ ശേഷം നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം, മസാലയും പൊടികളൊക്കെ. നമ്മളെ മുട്ടക്കറി നല്ലോണം തിളച്ച് കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 15ഓളം അണ്ടിപ്പരിപ്പും ഒരു 2 ടീസ്പൂൺ പുളിയില്ലാത്ത തൈരും കുറച്ച് മല്ലിച്ചപ്പും കൂടെ നന്നായിട്ട് അരച്ചിട്ട് ഒഴിക്കാം. നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക, ഇളക്കി കൊടുക്കുക. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായി തിളപ്പിക്കുക. നമ്മളെ കറിയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. ചാറൊക്കെ നന്നായിട്ട്, കറിയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫാക്കാം. ഒരു 2 വേപ്പിലിട്ടിട്ട് ഓഫാക്കി വെക്കാം. ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് വിളമ്പാം. ഇനി ഉണ്ടാക്കാൻ പോണത് പൂരിയാണ്. അതിനായിട്ട് ഒരു 250 ഗ്രാം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് ഈ പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് കുഴക്കണ മാവ് പോലെ കുഴച്ചെടുക്കുക. വേണമെങ്കിൽ മൈദയും ഗോതമ്പ് പൊടി മിക്സ് ആക്കാം. ഞാൻ ഗോതമ്പ് പൊടി മാത്രം എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ലേശം എണ്ണ തടവി കൊടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റ് നേരം ഇതൊന്ന് മൂടി വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഉണ്ടാക്കാം. ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കണത്. ഞാൻ പത്തിരി പ്രസ്സിലാണ് ഉണ്ടാക്കണത്. ഇതിൻ്റെ മുകളിൽ, പത്തിരി പ്രസ്സിൻ്റെ മുകളിലൊരു പോളിത്തീൻ കവർ വെച്ചിട്ടുണ്ട്. ആ കവറിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. അപ്പോൾ ഈ പൂരി നന്നായിട്ട് പരക്കും. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം പൂരി ഇടാൻ, അല്ലെങ്കിൽ പൊള്ളക്കില്ല. ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് എണ്ണ ചൂടാക്കണം. പരത്തിയിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പൂരിയൊക്കെ നന്നായിട്ട് പൊള്ളച്ച് വന്നിട്ടുണ്ട്. ഇനി എല്ലാ പൂരി ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം.
കടലക്കറി റെഡിയായി. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.